എല്ലാ മച്ചന്മാർക്കും നോണീസ് വേൾഡിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോടെ ഇങ്ങനെ ആർമറൊന്നും ഇട്ടാണ്ടിരിക്കണമെന്ന്. പിന്നെ എൻ്റെ കയ്യിൽ ഐറ്റംസ് ഒന്നുമില്ല, കാരണം ഞാൻ ഡെത്തായി ഗൈസ്. നമ്മൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ വിട്ടുകൊടുക്കരുത് ഗൈസ്. നമ്മൾ മരിച്ചാലും വിട്ടുകൊടുക്കരുത്, അതാണ് മൈൻക്രാഫ്റ്റ് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുത്ത് വേൾഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡ്രാഗനൊന്നും കൊല്ലാൻ പോലും. നമുക്ക് ഈ ഒരു ലെറ്റ്സ് പ്ലേയുടെ തന്നെ ഒരു എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഡ്രാഗനെ പോലെ തന്നെയാണ് ഗൈസ്. ഞാൻ ബാക്കി ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാൻ കുറേ ബുക്ക് ഷെൽഫും ലെതറൊക്കെ വേണമെന്ന് പറഞ്ഞില്ലേ. അതിന് ഞാൻ പശുവിന് തപ്പി ലെതർ തപ്പി പോയതാണ് ഗൈസ്. അങ്ങനെ പോയി അവിടെ ഒരു മൗണ്ടൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു റോക്കിൻ്റെ മൗണ്ടൻ, അവിടെ കുറേ അയണൊക്കെ ഉണ്ടായിരുന്നു. ഒരു സോംബി വന്ന് തന്നെ അടിച്ചു. അപ്പം എനിക്ക് എൻ്റെ ഷീൽഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫോണിൻ്റെ ടച്ച് പെട്ടെന്ന് വർക്കായില്ല. അതങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓടാനും പറ്റില്ല, അങ്ങനെ ക്രൗച്ച് ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അടി കൊണ്ട് മരിച്ചു. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയി നോക്കാനൊന്നും തോന്നുന്നില്ല, എന്തായാലും സ്ഥലമൊന്നും ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ തിരിച്ച് നമ്മൾ അയൺ ആർമറിക്കാവും. പിന്നെ ഇവരെയൊക്കെ ഒന്ന് കുറച്ച് ബ്രീഡ് ചെയ്തിട്ട് അങ്ങനെ ഒപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ വെറുതെ ഇവിടേക്ക് നമ്മൾ തപ്പിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ടിങ്കു ഉണ്ട്. ഹലോ ടിങ്കു, ഹലോ മിങ്കു, എന്തെങ്കിലും വിശേഷം? ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫുൾ അയൺ ആർമറാവാം. നമ്മുടെ 33 അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൊടുത്ത് ഫുൾ അയൺ ടൂൾസും ആർമറും ആവാം. തിരിച്ച് അയൺ ആർമറിലേക്ക് മാറാം. ഒരു ഹെൽമെറ്റ്, അപ്പോൾ നമ്മൾ പിന്നെ അയൺ ആർമറിക്ക് ആയിട്ട് നമുക്ക് 9 എണ്ണം വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അയൺ ടൂൾസ് ഉണ്ടാക്കാം. അതൊന്ന് ഫുഡിന് ഞാൻ ഇവിടെ പോവാം. ഒന്നുമില്ല, ചെറി ബ്ലോസം ഇരിക്കുന്നുണ്ട്. ചെറി ബ്ലോസം ഇതാക്കാം. പിന്നെ കുറച്ച് സ്റ്റിക്കാക്കാം. ഒരെണ്ണം ഭാഗ്യം കറക്റ്റ് തകഞ്ഞു ഭാഗ്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ ഒരു വഴിയായിരുന്നു. ഫുൾ അയൺ ടൂൾസ് ആയിട്ട് അങ്ങനെ തിരിച്ച് പിന്നെ അയൺ ടൂൾസിലേക്ക് ഇതിലേക്ക് മാറി. ഫുഡ് എടുക്കട്ടെ. എനിക്കുള്ള ഗോൾഡൻ കരട്ട് തിന്നല്ലോ, കുറച്ച് ഗോൾഡൻ കരട്ട് തിന്നത്. ഗോൾഡൻ കരട്ട് അല്ല വേണ്ട, ഗോൾഡൻ കരട്ട് പിന്നെ ഡ്രാഗനെ കൊല്ലുമ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഈ ഹേബയിൽ നമ്മുടെ പഴയ വില്ലേജ് പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. എന്നിട്ട് കുറച്ചധികം വീറ്റൊന്നും ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. മുഴുവനും ബ്രെഡായി. കുറച്ച് നമുക്ക് ഇതാക്കിയിട്ട് നമുക്ക് ഇനി പോയിട്ട് പശുക്കളെയൊക്കെ ബ്രീഡ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു ബേബി ഉണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളവിടെ വേറെ പണി ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ പശുവിനെ കിട്ടും. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് എന്തൊരു ചെയ്യാം, കുറച്ച് വുഡ് പോയി കളക്ട് ചെയ്യാം. ആ ഒരു മരം വെട്ടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം സ്പ്രൂസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. 33 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു അറസ്റ്റായി കിട്ടിയിട്ടുണ്ട്. 3 എണ്ണം സ്ട്രിപ്പായി പോയത് ഈ ഫോൺ തന്നെ അല്ല എൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു, അറിയാണ്ടൊന്ന് ടച്ച് ചെയ്തു. അങ്ങനെ 3 എണ്ണം സ്ട്രിപ്പായി പോയി. അത് കുഴപ്പമില്ല, സീനില്ല.
ഇനി അപ്പോൾ നമുക്കൊരു ബെഡ് വേണം. മരിച്ചപ്പോൾ ബെഡൊക്കെ പോയി. ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ ഒരു ബ്രീഡ് ചെയ്യാടാ. നമ്മളൊന്ന് തിരിച്ച് റിക്കവറായി വരികയാണ് ഗൈസ്. ഞാൻ സമയമായില്ല. ഓക്കെ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബ്രീഡ് ചെയ്തിടാം. അപ്പോൾ നമുക്കിനി ഒരു ബെഡ് എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ലൈബ്രറി എൻ്റെ വീടുണ്ടോ നോക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് ബുക്ക് ഷെൽഫും ബുക്കൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ലേ, പറയാൻ പറ്റില്ല. അയ്യോ ഉണ്ട്, അതാണ് കുഴപ്പം. ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാവും ഗൈസ്. അങ്ങനെ സ്റ്റക്കായതാണ് നേരത്തെ. അങ്ങനെ സ്റ്റക്കായിട്ടാണ് അതിൻ്റെ പോയത്. അയ്യോ കുഴപ്പമില്ല. ഇനി അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. എല്ലാ ബെഡും ഞാൻ കൊണ്ടെടുത്ത് മറ്റേ ബ്രീഡറേക്ക് കിട്ടുമെന്ന് തോന്നുന്നു. വില്ലേജർ ബ്രീഡർ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അത് വെച്ച് എന്ത് ചെയ്യാനാണ്. എൻ്റെ അകത്ത് ഒരുത്തനെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെടുക്കാം. ഓക്കെ, കുറച്ചും കൂടി പിന്നെ പിടിച്ചിട്ടവരെയൊക്കെ നമുക്ക് അയച്ചുവിടാം. കാരണം നമുക്കൊരു വില്ലേജർ ബ്രീഡർ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാലങ്ങളായി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ 2 നില വീടുള്ളതൊക്കെ മറ്റേതാവും ചിലപ്പോൾ. ഇതിൻ്റെ അകത്ത് അതല്ല, ഇതല്ല ഗൈസ്. നമുക്കപ്പോൾ മറ്റേ വില്ലേജിൽ പോകേണ്ടി വരും. മറ്റേ നമ്മൾ എക്സ്പ്ലോറേഷന് പോയപ്പോൾ ഒരു വില്ലേജ് കണ്ടില്ലേ, ആ വില്ലേജിലുണ്ടായിരുന്നു ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തൊരു ചെയ്യാൻ. ബ്രീഡ് ചെയ്യാറായോ നോക്കട്ടെ. ഞാൻ ഒരു ലെവലുള്ള ഗൈസ് ഇപ്പോൾ ആയിട്ടില്ല. വേഗം വളരെ പശുക്കളെ അപ്പോഴും എനിക്ക് വെട്ടാൻ പറ്റില്ല. ലെതർ ആരുടെയെങ്കിലും ട്രേഡ് ചെയ്ത് എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അതൊന്ന് നോക്കി നോക്കിയാലോ. ഒരു നമ്പർ ഉണ്ടല്ലോ, കളയുണ്ടായിരുന്നു. 13 നമ്പർ കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആരുടെ ലെതർ ഉണ്ടാവുക. അങ്ങോട്ട് ഇറങ്ങി എന്തെങ്കിലും ഉണ്ടാവുമോ. വീക്കാണ്. നിങ്ങൾക്കറിയാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യിക്കാം. ഏത് വില്ലേജ് ട്രേഡ് കൊടുത്താലാണ് ലെതർ കിട്ടാൻ. അല്ലെങ്കിൽ ബുക്ക് സെൽഫ് കിട്ടാൻ മറ്റേ ഇത് വേണം, ഇവൻ്റ് വേണം. ഈ മാപ്പല്ലേ ഉണ്ടാവുക. ഈ മാപ്പ് ഒരുത്തനും ലെതർ തരാൻ ഏതാണെനിക്ക് അറിയില്ല. ഞാൻ മറന്നു പോയി. ഇനി ട്രേഡ് ഫീഡ് ചെയ്യാറായ. ഓ നന്നായി. നിങ്ങൾക്ക് തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഞാൻ ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കണ്ട. നമുക്ക് എന്തൊരു ചെയ്യാം. നമുക്കൊരു ഡയമണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട. ഈ വീഡിയോക്ക് പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല. കുറച്ച് സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വേണേ നട്ടിട്ട്. ആരെണ്ണുണ്ട്. ഇങ്ങോട്ട് നട്ടാലോ.
കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങടെ എങ്ങോട്ടോ പോയപ്പോഴാണ് നമ്മൾ മരിച്ചത്. ഇവിടെ അല്ല, ഈ റോക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറേ ദൂരം പോയിണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ഒന്നുകൂടി അവിടെ പോയി നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരാഴ്ച പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരാണെങ്കിൽ അവന്മാരുടെ ഉണ്ടാവും ലെതർ ഉണ്ടോ നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. അവിടെ മണി ബ്ലാക്ക് സ്മിത്തല്ലേ 3 ഒരാളുടെ അടുത്ത് ഷാർപ്പനസ് വേണ്ട. എനിക്ക് ആവശ്യമില്ല. ഒന്നുകൂടി ബ്രീഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും എല്ലാത്തിനും ബ്രീഡ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഞാൻ നോക്കാം. ബ്രീഡ് ചെയ്യാനല്ല, ഇതാക്കാൻ പറ്റുമോ നോക്കാം. ചെറിയോട്ടങ്ങൾ വളരുക, ഇവർക്ക് ബ്രീഡ് ചെയ്താൽ വളരുക വേഗം. വളരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഇങ്ങനെ വളരും. അപ്പം നമുക്ക് പിന്നെ എപ്പോഴും ചെയ്യാം. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും ഞാൻ ആക്കി വയ്ക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ ചാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.